നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ഹൈ പ്രയോറിറ്റി ട്രെയിനിലാണ്. ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 12685. നല്ല കിടിലം വണ്ടിയാണിത്. നമ്മളിതിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഈ വണ്ടിയിൽ യാത്രയാണെന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി ഈ വണ്ടിയിൽ കയറാൻ പോവാണ്. ചെന്നൈ ടു മംഗലാപുരം, ഇവിടുന്ന് സേലം വരെ സ്ലീപ്പറിനും സേലത്തു നിന്ന് മംഗലാപുരം വരെ സെക്കൻഡ് AC-ക്കാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെന്നൈ സെൻട്രലിൻ്റെ മുന്നിലാണുള്ളത്. നല്ല കിടിലൻ ചൂടാണ്. നാട്ടിലൊക്കെ മഴയാണ്, പക്ഷേ ഇവിടെയൊക്കെ നല്ല കിടിലൻ ചൂടാണ് കേട്ടോ. നമ്മളുടെ പ്ലാറ്റ്ഫോം 6-ൽ വന്നിരിക്കുകയാണ്. സാധാരണ പ്ലാറ്റ്ഫോം 6-ൽ നിന്നാണ് വണ്ടി വിടുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. അതുപോലെ NTS-ൽ കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ നിൽക്കാം. എന്തായാലും വണ്ടി വൈകിട്ട് 4:20-നാണ് വിടുന്നത്. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് മാംഗ്ലൂർ പുതുച്ചേരി എക്സ്പ്രസ്സിലെ യാത്രയാണ്. ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്ന വണ്ടിയാണ് ചെന്നൈ മാംഗ്ലൂർ റൂട്ടിലെ ഫാസ്റ്റസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇതിനെക്കാട്ടും സ്ലോവസ്റ്റാണ്. ഇതാണ് ഫാസ്റ്റസ്റ്റ് വണ്ടി. 15 മണിക്കൂർ എടുത്തിട്ടാണ് ഈ വണ്ടി സഞ്ചരിക്കുന്നത് കേട്ടോ. നല്ല പഞ്ച്വാലിറ്റിയും നല്ല പാറ്റേണേജും നല്ല പ്രയോറിറ്റിയൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടിക്ക്. നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ്. ഞാൻ പറയില്ല, സേലം വരെ ഇതിന് സ്ലീപ്പറിനും അവിടെ നിന്ന് 2 ടയറിനുമാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവനെന്ത് വട്ടാന്ന്. ഇവന് മംഗലാപുരത്ത് പോയിട്ട് പോണ്ടിച്ചേരിക്ക് വന്നിട്ട് വീണ്ടും മംഗലാപുരത്തേക്ക് പോകുന്നു. എന്ത് വട്ടല്ലേ ഇത്. രസമല്ലേ ഇതൊക്കെ. നമ്മളെ മംഗലാപുരം പോയിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത് ദുരന്തോയ്ക്കാണ്. അതെടുക്കുന്നൊന്നുമില്ല. ദുരന്തോയ്ക്ക് ഉച്ചയ്ക്ക് 15 രൂപേൻ്റെ LTT, മുംബൈ LTT എറണാകുളം ദുരന്തോയ്ക്കാണ്. നമ്മുടെ റേക്ക് എതിരായിട്ട് വന്നിട്ടൊന്നുമില്ല. റേക്ക് മിക്കവാറും വണ്ടി വിടുന്നതിന് 1 മണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും വരുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് ചെന്നൈക്ക് വരുന്ന നീലഗിരി സൂപ്പർ ഫാസ്റ്റുമായിട്ട് നമ്മുടെ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന നീലഗിരി സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തിരിച്ച് മാംഗ്ലൂർക്ക് പോകുന്നത്. നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ്. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ പഴയ എറണാകുളത്തിൻ്റെ ആൽക്കോ ലോക്കോ അല്ലേ വരുന്നത്. എറണാകുളത്തിൻ്റെ ലോക്കോ വരുന്നത് അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ഇവിടുത്തെ തോണ്ടിയാർപേട്ട് ഷെട്ടിലേക്ക്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ റേക്ക് ആയിരിക്കണം. മിക്കവാറും ഷണ്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്ക് ആയിരിക്കണം. നോക്കാവേ. അതെ നമ്മുടെ വണ്ടിയുടെ റേക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സെയിം പ്ലാറ്റ്ഫോം 6-ൽ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ്. ഇതിൻ്റെ ഫസ്റ്റ് AC-യാണ് കാണുന്നത്. നമ്മൾ സേലത്തുനിന്ന് കയറുന്ന കോച്ച് A1 ആണെന്ന് തോന്നുന്നു. A1 കേട്ടോ. ഏതോ പഴയ കോച്ചാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. കണ്ടിട്ട് 2022 മെയ്ഡ് കോച്ചാണ്. ഇവിടെ ഈ കോച്ചിലാണ് നമ്മൾ സേലത്തുനിന്ന് കയറുന്നത്. നമ്മൾ സ്ലീപ്പറിനാണ് ഇവിടുത്തെ സേലം വരെ പോകുന്നത്. അത് S5 കോച്ചിലാണ് കേട്ടോ. A1, A2 പിന്നെ AC-ആണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി കയറുന്നത് കേട്ടോ, ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിന്. ഈ വണ്ടിക്ക് 2 AC എക്കണോമി ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന സ്ലീപ്പറാണ് നമ്മുടെ S5 ആണ്. അത്യാവശ്യം മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ചെന്നൈയുടെ വണ്ടിയാണല്ലോ. അത്ര വലിയ വൃത്തികേടൊന്നും വരാറൊന്നുമില്ല. പക്ഷെ ഞാൻ കയറിയിട്ടില്ല. കയറുമ്പോൾ അറിയാൻ പറ്റും ഇനി എങ്ങനെ ഇരിക്കുന്നത്. റേക്ക് 3:15 ആയപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ വന്നു കേട്ടോ. 4:20-നാണ് വണ്ടി ഇവിടെ നിന്ന് വിടുന്നത്. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ, S5 ഇതാണ്ട് ഇവിടെയാണ് 40 സൈഡപ്പർ. ഇവിടെയാണ് നമ്മുടെ ബർത്തുള്ളത് സേലം വരെ. നല്ല അടിപൊളി ട്രെയിൻ ബോർഡാണ്. 3 ഭാഷയിലും ഉണ്ട്, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. നമ്മുടെ വണ്ടി ഇതാണ്. MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ ട്രെയിൻ നമ്പർ 12685. തിരിച്ചു വരുന്നത് ട്രെയിൻ നമ്പർ 12686. എന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് മേട്ടുപ്പാളയം പോകണ്ട. ചെന്നൈ മേട്ടുപ്പാളയം നീലഗിരി സൂപ്പർ ഫാസ്റ്റ് തിരിച്ചിവിടെ വരും. അപ്പോൾ ഈ വണ്ടി ശരിക്കും ചെന്നൈയുടെ വണ്ടിയാണ് കേട്ടോ. സദേൺ റെയിൽവേയിലെ ചെന്നൈ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെ ബേസിൻ ബ്രിഡ്ജ് കോച്ചിങ് ഡിപ്പോയിലാണ്. അപ്പോൾ വണ്ടി ചെന്നൈയുടെ വണ്ടിയാണ്. ഇന്നെല്ലാം വളരെ വളരെ പെട്ടെന്നാണല്ലോ. അതുകൊണ്ട് ലോക്കോ ഒക്കെ വന്നു കേട്ടോ. 1 മണിക്കൂർ മുമ്പേ ലോക്കോ ഒക്കെ വന്ന് പിടിപ്പിക്കാൻ പോവുക. വെരി ഫാസ്റ്റ്. വണ്ടി ഒന്ന് കഴുകാറില്ല തോന്നുന്നു. ഫുള്ള് പൊടിയാണ് കേട്ടോ. നോക്ക്, എന്തോ പൊടിയൊന്ന് കട്ട പിടിച്ചിരിക്കുമോ പൊടിയൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോക്കോ അതുകൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ ഒരു WP7 ലോക്കോ ആണ്, 30423. അപ്പോൾ ഈ ലോക്കോ ആണ് നമ്മുടെ വണ്ടിയിലെ മാംഗ്ലൂർ വരെ എത്തിക്കുന്നത്. നല്ല അടിപൊളി നെയിം ബോർഡും കിടില ലോക്കോ ആണ്. ഈയിടെ എങ്ങാണ്ട് റീപെയിൻ്റ് അടിച്ച സാധനമാണ് കേട്ടോ. ഈ റോഡിൻ്റെ WP7 30423. വണ്ടി കുറച്ച് ഇറക്കിയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ലോക്കോ ഓൺ ആക്കിയിട്ടേക്കാണ്, പക്ഷേ ക്രൂ ഒന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ. 4:20 വിടത്തുള്ളൂ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ മിക്കവാറും കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൽ കയറാൻ 2024 ഉണ്ടാക്കിയൊരു സ്ലീപ്പർ കോച്ചാണ്.
അപ്പോൾ സേലം വരെ ഇവിടെയാണ് എൻ്റെ സീറ്റുള്ളത്. നല്ല ചൂടാണ് അതിനകത്ത് കയറിയപ്പോഴേക്കും, കാരണം ചുട്ടു പഴുത്ത് കിടക്കുമല്ലായിരുന്നു അവിടെ യാർഡിലെങ്ങാണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബർത്ത്, സൈഡപ്പറാണേ. പക്ഷേ നമ്മൾ 9 മണി വരെയല്ലേ ഉള്ളൂ, അപ്പോൾ ഇവിടെ താഴെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയുണ്ട് വണ്ടിയിൽ. ഭയങ്കര ചൂടാണ്, അതാ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല വൃത്തിയുണ്ട്, നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ്. രണ്ട് വണ്ടി വിട്ടു കറക്റ്റ് ഷാർപ്പ് ഓൺ ടൈമാണ്. 4:20 തന്നെ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിവുണ്ടായിരുന്നു ഇവിടെ വണ്ടിക്ക്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇനി ഇതിന് ആവടിയിലാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. ആവടി ഇതിന് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് നല്ല വേഗത്തിലാണ് ഇത് പോകുന്നത്. 891 കിലോമീറ്റർ 15 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് 59.4 km/h ആവറേജ് സ്പീഡ്. ഇത് ഇവിടെ നിന്ന് വൈകിട്ട് 4:30 വിടുന്നതുകൊണ്ട് ഈ ഓഫീസ് ജോലിക്കാരൊക്കെ അത്യാവശ്യം ഉണ്ടാവും. ഒരു സേലം വരെയൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും, ജനറലാണെങ്കിലും സ്ലീപ്പറിലാണെങ്കിലും. പിന്നെ രാത്രി തിരുപ്പൂർ ഒക്കെ ആകുമ്പോഴേ കയറത്തുള്ളൂ. ഇത് കോയമ്പത്തൂർ പോകത്തില്ലേ വണ്ടി, ഇത് കോയമ്പത്തൂർ ബൈപ്പാസ് ചെയ്ത് പോത്തന്നൂർ വഴിയാണ് ഇത് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് സേലം വരെ ഇതിൻ്റെ സ്റ്റോപ്പുകളുള്ളത് ആവടി, പിന്നെ കാട്ട്പാടി, ജോളാർപേട്ട, പിന്നെ മോറപ്പൂർ, പിന്നെ സേലം. ഇത്ര സ്റ്റോപ്പുകളുണ്ടേ. ഇവിടെ നിന്ന് ജോളാർപേട്ട വരെയുള്ള 130 km/h സ്ട്രെച്ച്. അത് നമ്മൾ ഈ സ്ലീപ്പറിലിരുന്ന് പോകുമ്പോൾ നല്ല രസമാണ്, നല്ല സ്പീഡിലല്ലേ പോകുന്നത്. അപ്പോൾ നല്ല ത്രില്ലിംഗ് ആണ്. എസ്പെഷ്യലി സ്പീഡിൽ ട്രെയിൻ പോകുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ നമ്മുടെ ട്രിവാൻഡ്രം മെയിലില്ലേ, അതിൽ പോകുമ്പോഴാണ് ഒന്നുകൂടെ രസം. കാരണം ഈ രാത്രിയിൽ ഈ നല്ല ഹൈ സ്പീഡിൽ പോകുമ്പോൾ കാണാനൊരു അത് എൻജോയ് ചെയ്യാൻ ഒരു പ്രത്യേക ഒരു രസമാണ്. ഒരു ഗുഡ്സുമായിട്ട് പാരലായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് മറ്റേ മോക്സനാണേ. നമ്മുടെ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയ കേട്ടോ, ആവടി സ്റ്റേഷനെ. അപ്പോൾ ഇവിടെ ഈ ലൂപ്പ് ട്രാക്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കയറ്റുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗുഡ്സ് താണ്ട് ഇപ്പം നമ്മൾ ഓവർടേക്ക് അടിച്ച് അപ്പുറത്തെ ലൈനിൽ കൂടെ പോയിട്ടുണ്ട്. അത് മിക്കവാറും നമ്മൾ വിട്ടതിന് വീണ്ടും അതിന് ഓവർടേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ ചിൽവാനം നമ്മൾ നോൺ സ്റ്റോപ്പാണ്. ആവടി ടു കാട്ട്പാടി, അതിനിടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ ഹൈ സ്പീഡ് നല്ല പ്യുവർ 130 km/h ആക്ഷൻ കാണാൻ പറ്റും.
ആരക്കോണം പോലും ആയിട്ടില്ലേ. ഇവിടെ ഈ സ്ലോ ലൈനിൽ കയറ്റി, അതായത് ഈ EMU ഒക്കെ പോകുന്ന ലൈനുണ്ട്, ആ ലൈനിൽ കയറ്റിയിട്ട് ഉരുട്ടുവാണേ. എന്നിട്ട് ഇപ്പം 2-3 സ്റ്റേഷനിൽ കണ്ട് ഇതുപോലൊക്കെ പിടിച്ചിടുക. എന്ത് വന്നൊരു പിടിയില്ല. ഒരു നീല ICF വണ്ടീനെ നമ്മളിപ്പം ഓവർടേക്ക് അടിച്ചില്ലേ, അതാണ് നമുക്ക് ഇത്രയും നേരം പണി തന്നത്. ദാനാപൂർ SMVT ബാംഗ്ലൂർ സ്പെഷ്യൽ. അപ്പോൾ അതിനെ ഇവിടെ ആരക്കോണം സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും അതിനെ അവിടെ ലെഫ്റ്റിൽ ഒരു ID ഒതുക്കിയില്ല, അത് പാരലായിട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പാരലായിട്ട് അതിനെ ഓവർടേക്ക് അടിച്ചു. ഫുള്ള് നീല കളർ കോച്ചല്ലേ. നമ്മൾ മറ്റേ കൊല്ലം വിശാഖപട്ടണത്തിന് പോകാനത് സെയിം വണ്ടി ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടാവും വണ്ടി. അപ്പോൾ ദാനാപൂർ SMVT ബാംഗ്ലൂരിൽ നമ്മൾ പാരലായിട്ട് കയറി ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. ഇതൊരു കിഡിലൻ അണ്ടർ റേറ്റഡ് വണ്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ 2ാമത്തെ ഓവർടേക്കാണ് നടത്തിയത്. കാൺപൂരിന്ന് SMVT ബാംഗ്ലൂർ ഒന്നൊരു സ്പെഷ്യലിനെയാണ് നമ്മളിപ്പോൾ കയറി ഓവർടേക്ക് അടിച്ചത്. ആ സ്റ്റേഷൻ വലജ റോഡ് ജംഗ്ഷനാണേ. നമ്മൾ കാറ്റ്പാടിയൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനിയും ഫ്രണ്ടിൽ വണ്ടികളുണ്ട്, ഓവർടേക്ക് അടിക്കുമെന്ന് അറിയത്തില്ല. അതിനിടയ്ക്ക് വേറെ ട്വിസ്റ്റ്, ഇവിടെ ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇത് നല്ല കിടിലൻ വണ്ടിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ പോകുന്ന എല്ലാ വണ്ടികളും പിടിച്ച് ഓവർടേക്ക് അടിക്കുന്നുണ്ട്. നല്ല റണ്ണാണ്. ഈ വർക്കിനെ പിടിക്കുന്ന അല്ലാണ്ട് എങ്ങും അങ്ങനെ പിടിക്കുന്നില്ല. നല്ല സ്മൂത്തായിട്ട് നല്ല കിടലായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം മെയിൽ ഇതുപോലെ തന്നെ രാത്രി വിടുന്ന ട്രിവാൻഡ്രം മെയിൽ അത് ഇതുപോലെ നല്ല കീച്ചൻ റണ്ണാണ്. ഇത് അതുപോലെ തന്നെ നല്ല അടിച്ച് വിട്ട് സൂപ്പറായിട്ടാണ് പോകുന്നത്. പ്രയോറിറ്റി ഓവർടേക്ക് എന്നൊക്കെ പറഞ്ഞ് നാക്ക് വായിലെടുത്തില്ല. എവിടെ പ്രയോറിറ്റി, വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രയോറിറ്റി. നമ്മളിപ്പോൾ കാറ്റ്പാടിക്ക് മുന്നുള്ള സേവൂർ എന്നുള്ള സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്കിൽ ഒതുക്കിയിരിക്കുകയാണ്. പുറകിൽ MGR ചെന്നൈ സെൻട്രൽ മൈസൂർ വന്ദേ ഭാരത് വരുന്നുണ്ട്. അത് ഓവർടേക്ക് അടിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ടിൽ ഒന്നും ഒരു പ്രയോറിറ്റിയും വരത്തില്ല മോനെ. അതാ വന്ദേ ഭാരതിന് വേണ്ട പച്ച വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കയറിപ്പോവും ഇപ്പോൾ. അപ്പോൾ മൈസൂർ വന്ദേ ഭാരത് കയറി നമ്മൾ ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഓട്ടോമാറ്റിക് സിഗ്നലൊക്കെ ആയതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടി വിടും കേട്ടോ. ഞാൻ കരുതി ഇത് ഹൈ പ്രയോറിറ്റി വന്ദേ ഭാരതിന് മുന്നിൽ പിന്നെ വേറെ ഒരു വണ്ടിക്കും ഒരു വിലയില്ല. കാണുന്ന വണ്ടികളെല്ലാം ഓവർടേക്ക് അടിച്ച് വരുമായിരുന്നു. നേട് കിടക്കുന്നത് ഇവിടെ വരപ്പോൾ പടിക്കൊക്കെ കൊണ്ട് കല അടച്ച്. 6:21 ആ വണ്ടി കയറി നമ്മൾ ഓവർടേക്ക് അടിച്ചത്. ഇപ്പോൾ സമയത്രയെന്നറിയോ?
6:23 വെറും 2 മിനിറ്റ് എടുത്തുള്ളൂ. 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സിഗ്നൽ ഇവിടെ നമ്മൾ എടുത്തു കേട്ടോ. ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിലെ ഒരു ഗുണം ഇതാണ്, നമ്മളെ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് അടിക്കാൻ ലൂപ്പ് ചെയ്താൽ പിന്നെ നമ്മൾ ഓവർടേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ വിടും. കാരണം അതിൽ ലേറ്റ് ആകത്തില്ല. നമ്മുടെ അവിടെ ആണെങ്കിൽ ഓവർടേക്ക് അടിച്ച് കഴിഞ്ഞ് ഒരു സ്റ്റേഷൻ കഴിഞ്ഞാലേ വിടത്തുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെയും അല്ലാത്ത സിഗ്നലിങ്ങിൻ്റെ ഒരു കുഴപ്പം ഇതാണ്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആകുമ്പോൾ ഇതേപോലെ മാക്സിമം ഡിലേ ഒഴിവാക്കി വണ്ടികൾ വിടാൻ പറ്റും. പക്ഷേ മറ്റേത് അങ്ങനെയല്ല. നമ്മളങ്ങനെ 25 മിനിറ്റ് ലേറ്റായിട്ട് കാറ്റ്പാടിയിലായിട്ട് വന്ന് കയറുവാണേ. നമ്മൾ ഓവർടേക്ക് അടിച്ച ഡിലേ മാത്രമല്ല, അതല്ലാതെ ഇടയ്ക്ക് ഇതേപോലെ അയ്യോ ഫോക്കസ് വരൂ, അയ്യോ ഇതെന്താ ഫോക്കസ് വരാത്ത ഫോക്കസ് വന്ന് ഇതേപോലെ ഇടയ്ക്ക് സ്പീഡ് റെസിഷൻ്റെ ഭാഗമായിട്ടേ ഇതെന്താ ഫോക്കസ് ഇല്ലാത്തേ അടിച്ചു പോയോ വന്നത് ഇതേപോലെ ഇടയ്ക്ക് സ്പീഡ് റെസിഷൻ്റെ ഭാഗമായിട്ടേ അവിടെ ഇടയ്ക്ക് പിടിച്ചിട്ടൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതാണ് ലേറ്റ് ആയിപ്പോയത്. Mangalore Central Superfast Express via നമ്മുടെ ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ഇന്ന് അടിക്കുന്ന 3ാമത്തെ ഓവർടേക്കാണ് കേട്ടോ. നമ്മുടെ ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. നമ്മുടെ മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ്സിൻ്റെ റേക്ക് ഷെയറിംഗ് വെച്ച് ഓടുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് ചെന്നൈ എഗ്മോർ ബാംഗ്ലൂർ സെൻട്രൽ. അപ്പോൾ അതിനെ ഇവിടെ വലത്തൂർ നിന്നൊരു സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ ഓവർടേക്ക് അടിച്ചു. ആ വണ്ടിയാണ് തേനൊട്ടിയടിക്കുകയാണ്. അത് 1.25 മണിക്കൂർ ലേറ്റാണ് ആ വണ്ടി. അപ്പോൾ അതിനെ കയറി ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാട്രിക് ഓവർടേക്കായി. നമ്മളൊരു വണ്ടി ഓവർടേക്ക് അടിച്ചു. നമ്മൾ 3 വണ്ടീനെ കയറി ഓവർടേക്ക് അടിച്ച് 3 സ്പെഷ്യൽ ട്രെയിനാണ്. ഫുൾ ഓവർടേക്കിൻ്റെ കളികളാണ് കേട്ടോ. വണ്ടിയിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഖാനൊക്കെ നമുക്ക് കിട്ടും. ഓർഡർ എടുത്താൽ ബിരിയാണി പിന്നെ ഫ്രൈഡ് റൈസും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, എങ്ങനെ കൊണ്ടുവന്നു നോക്കി കഷ്ടമല്ലേ. ഇവിടെ ജോളാർപേട്ട ഔട്ടറിലെ കൊണ്ട് പിടിച്ചിട്ടേക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ പൂനെ കന്യാകുമാരി ജയന്തി കിടപ്പുണ്ട്. പിന്നെ കോയമ്പത്തൂരിൽ ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന കോവൈ എക്സ്പ്രസ്സും കിടപ്പുണ്ട്. എനിക്കൊന്ന് പ്ലാറ്റ്ഫോം ഇല്ലായിരിക്കും, അതുകൊണ്ട് നമ്മളവിടെ ഔട്ടറിൽ കൊണ്ട് ചവിട്ടി. പതിനെട്ട് മിനിറ്റ് ലേറ്റ് ആയിട്ട് കണ്ട് നമ്മളങ്ങനെ ജോളാർപേട്ട ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:41. നമ്മൾ ജോളാർപേട്ട കയറിയപ്പോഴേക്ക് കണ്ട് അപ്പുറത്ത് നമ്മുടെ ഗോരഖ്പൂർ പോകുന്ന രത്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് കണ്ട് കയറുക കേട്ടോ. ട്രിവാൻഡ്രം നോർത്ത് ഗോരഖ്പൂർ രത്തിസാഗർ, അത് ബിഫോർ ടൈമാണ്. നമ്മൾ ഒരു ശകല ലേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. നമ്മൾ കയറിയപ്പോൾ നല്ല ചൂടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങി കേട്ടോ. ഈ തിരുപ്പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങി. ഈ ജനറലിൽ കയറിയ ആൾക്കാരാണെല്ലാം. ഈ വണ്ടിയുടെ പ്രയോറിറ്റി ഒരു രക്ഷയില്ല. ഈ ദിവസത്തെ ഇന്നത്തെ 4ാമത്തെ ഓവർടേക്കാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് അടിച്ച ഒരു സ്പെഷ്യൽ ട്രെയിനല്ല, നമ്മുടെ മൈസൂർ ട്രിവാൻഡ്രം നോർത്ത് എക്സ്പ്രസ്, മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ്സിനാണ് ഓവർടേക്ക് അടിച്ചത്. തിരുപ്പട്ടൂർ സ്റ്റേഷനിൽ വെച്ചാണ് നമ്മൾ അതിന് ഓവർടേക്ക് അടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ഇപ്പോൾ ഓവർടേക്ക് അടിച്ചു. ഒരെണ്ണം മറ്റേ ദാനാപൂർ SMVT ബാംഗ്ലൂർ സ്പെഷ്യൽ,
പിന്നെ കാൺപൂർ SMVT ബാംഗ്ലൂർ സ്പെഷ്യൽ, പിന്നെ ചെന്നൈ എഗ്മോർ മംഗലാപുരം സ്പെഷ്യൽ, പിന്നെ മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ്. അപ്പം 4 എണ്ണത്തിന് നമ്മളിപ്പോൾ തൂക്കി അടിച്ചിട്ടുണ്ട്. ഇത് കിടിലം വണ്ടി, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പ്രയോറിറ്റി സെറ്റ് വണ്ടി കേട്ടോ. വെറുതെ അല്ല ആൾക്കാർ പറയുന്നത് ഇത് അടിപൊളി വണ്ടിയാണെന്ന്. ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റിൻ്റെ അടുത്ത സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്, മോറാപ്പൂർ കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റോപ്പ് പോലെ നമ്മൾ സെക്കൻഡ് AC യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു മണിക്കൂർ അടുപ്പിച്ചുള്ളൂ സേലം. നമ്മൾ സേലത്തിന് സെക്കൻഡ് AC കയറുന്നത്. ഞാനങ്ങനെ എൻ്റെ സ്ലീപ്പർ കോച്ചിന് നേരെ AC 2 ടയറിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 11 കോച്ച് പുറകിലാണ്, ഏറ്റവും പുറകിലാണ്, A1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 4 സ്ലീപ്പർ കഴിഞ്ഞ് പിന്നെ AC ഉണ്ട്, എല്ലാം കഴിഞ്ഞ് വേണം പുറകെ എത്താൻ. സേലം നമ്മൾ എത്താറ് ഒരു 10-20 മിനിറ്റ് നമ്മൾ സേലം എത്തും. സേലം ഔട്ടറി കൊണ്ട് നമ്മുടെ വണ്ടി പിടിച്ച് കേട്ടോ. മുന്നിലെ ഒരു യശ്വന്ത്പൂർ സേലം എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ചെന്നൈയിൽ നിന്ന് കയറിയ ക്രൂ ആണ് ഈറോഡ് വരെ ഓടിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മിക്കവാറും കോഴിക്കോടായിരിക്കും, പിന്നെ അവിടെ നിന്ന് മാംഗ്ലൂർ, അങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്രൂ ചേഞ്ച് ഒക്കെ വരുന്നത്. ഇരുപത്തിരണ്ട് മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ സേലം ജംഗ്ഷനിൽ കണ്ട് കയറുവാണ്. നമ്മളിവിടെ നിന്ന് ഇനി AC 2 ടയറിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ആ കോച്ചിനകത്ത് കയറാൻ. ഡിണ്ടിഗൽ തലപ്പാക്കട്ടിൽ നിന്ന് നമ്മളൊരു കൊത്തു പൊറോട്ടയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് രാത്രി കഴിക്കുന്ന ഇതാണ് നമ്മുടെ സെക്കൻഡ് AC 2 ടയർ 23 സൈഡ് ലോവറാണ് വെറുതെ. എൻ്റെ ഞാൻ പറഞ്ഞില്ല 23 സൈഡ് ലോവറാണ്. ഞാൻ വന്നപ്പോഴേക്കും അവിടെ ഒരു പുള്ളിക്കാരി കിടന്ന് ഭയങ്കര ഉറക്കം, മലയാളികളാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡും ഉണ്ട് മുകളിൽ. ഞാൻ പറഞ്ഞു എണീക്കണം, ഇത് എൻ്റെ ഭർത്താന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയും അപ്പുറത്തെക്കാണ്ട് വേറെ സൈഡ് അപ്പുറമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയി കിടക്കാവോ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇത് ഞാൻ ബുക്ക് ചെയ്ത ഭർത്താവ്, എനിക്ക് ഇവിടെ തന്നെ കിടക്കണം ഞാൻ പറഞ്ഞു. അവരെ ലാസ്റ്റ് എണീപ്പിച്ച് അവരെ അവിടെ നിന്ന് ഞാൻ മാറ്റി. നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് നമുക്ക് വേണ്ട ബർത്തിൽ നമ്മൾ എടുക്കണം, പൈസ കൊടുത്തല്ലേ എടുക്കണേ. ഇവർക്ക് വേണം, അവർ വേറെ എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും വഴി നോക്കണമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഒരാളുടെ ബർത്തിൽ അവർ വരാതെ കയറി കിടക്കുന്നത്. ഭയങ്കര മോശം പരിപാടിയാണ്. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരാളുടെ ബർത്തിൽ അവർ വരാതെ ചോദിക്കാനും പറയാതെ ഒറ്റ കിടപ്പാണ് നല്ല സുഖമായിട്ട്. ഭയങ്കര മോശമായി കാണിക്കുന്നത് കേട്ടോ. മലയാളികളാണ്, വേറെ ആരുമല്ല. ഞാൻ ഡിന്നർ മേടിച്ചിരിക്കുന്നത് കൊത്തു പൊറോട്ടയാണ്, എഗ്ഗ് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി ഇല്ല, അവിടെ നിന്ന് മേടിച്ച. എനിക്കൊരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ ഒരാളുടെ ബർത്തിൽ അയാളുടെ അനുവാദം കൂടാതെ കിടന്ന് ഉറങ്ങരുത്. അയാൾ റിസർവ് ചെയ്ത ബർത്തല്ലേ, അയാൾക്ക് ചിലപ്പം ആ ബർത്ത് വേണമെന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു സൈഡ് ലോവർ അല്ലെങ്കിൽ ലോവർ ബർത്ത് ആവശ്യമാണെങ്കിൽ ആ ബർത്ത് റിസർവ് ചെയ്ത ആളോട് ചോദിക്കുക. അയാൾ വില്ലിങ് ആണ് മാത്രമേ അയാൾ തരത്തുള്ളൂ, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും തരത്തില്ല. കാരണം അയാൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തതല്ലേ. ചിലപ്പോൾ ഈ വെയിറ്റ് ലിസ്റ്റ് RIC ഒക്കെ ക്ലിയറായി വരുമ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് ബർത്ത് ഒന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. ഒന്നാമതും ഒരുമാതിരി തേൻ അൽഗോരിതമാണ് ഇന്ത്യൻ റെയിൽവേയുടെ. പ്രായമുള്ളവർക്കൊക്കെ അപ്പുറം കൊടുക്കും, പ്രായമില്ലാത്തവർക്കൊക്കെ ലോവർ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ അവർ ചോദിച്ചിട്ട് അവർക്ക് വില്ലിങ് ആണ് മാത്രമേ അവിടെ കിടക്കാവൂ, അല്ലെങ്കിൽ ഒരിക്കലും കിടക്കരുത്. മോശം പരിപാടി കേട്ടോ. ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഇതുപോലെ നമ്മൾ വെല്ലോറ സീറ്റിലൊക്കെ അല്ലെങ്കിൽ കയറിയിരിക്കും. നിങ്ങളൊരു വിമാനത്തിൽ പോയി ഇതുപോലെ ചെയ്യൂലല്ലോ, ചെയ്യത്തില്ല. പത്തരയായപ്പോൾ നമ്മൾ ഈറോഡ് എത്തിയേ. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. ചെന്നൈയിൽ നിന്ന് കയറിയ ക്രൂ ഇവിടെ ഇറങ്ങും, ഇവിടെ നിന്ന് കയറുന്നവർ കോഴിക്കോട് വരെ വർക്ക് ചെയ്യും. ഇവിടെ ഒരു 10 മിനിറ്റ് നമ്മുടെ വണ്ടി ഇടും, കാരണം ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിലെ വേസ്റ്റ് ഒക്കെ അവർ ഡിസ്പോസ് ചെയ്യുന്നതുണ്ടോ, പുറത്തൊന്നും ഇടാതെ അവർ വേസ്റ്റ് ഇവിടെ തന്നെ ഇവരെ കൊടുക്കുകയാണ്. ഈ ട്രെയിനിലെ ഈ സ്റ്റേഷനിലെ സ്റ്റാഫ് ഉണ്ടല്ലോ ഇവിടെ ഓൺ ഹൗസ് കീപ്പിങ്ങിൻ്റെ, അപ്പോൾ അവരുടെ തന്നെ അത് കൊടുക്കുക. ഈറോഡിൽ നിന്നും ക്രൂ ചേഞ്ച് ചെയ്ത് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുതിയ ക്രൂ കയറി അവർ ബ്രേക്ക് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ 10:30 ആയിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങട്ടെ. 11 മണിയാവാറായി, രാവിലെ കാണാം. നെക്സ്റ്റ് ദിവസം രാവിലെ കണ്ണടിയൊക്കെ മൊത്തം വേപ്പറായിച്ചേ. നമ്മൾ എണീറ്റപ്പോൾ നീലേശ്വരം എത്തി. നീലേശ്വരം സ്റ്റേഷനിൽ നമ്മൾ കണ്ട വണ്ടി വന്നിരിക്കുകയാണ്. 20 മിനിറ്റ് അടുപ്പിച്ചങ്ങോട്ട് ലേറ്റേ ഉള്ളൂ. രാവിലെ നല്ല അടിപൊളി മഴക്കാറൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇന്നലെ ഓവർടേക്ക് അടിച്ച മറ്റേ ചെന്നൈ എഗ്മോർ മംഗലാപുരം സ്പെഷ്യലില്ല, അതിപ്പോൾ 3 മണിക്കൂർ ലേറ്റാണ്. അറിയോ, കണ്ട വണ്ടി എല്ലാം തേച്ച് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നതിന്. നമ്മുടെ ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിൽ ഫസ്റ്റ് AC ഉണ്ട്. ഫസ്റ്റ് AC ആണ് അപ്പുറത്തെ കോച്ച് കേട്ടോ. അത് ഞാൻ നിർത്തുമ്പോൾ കാണിക്കാം കേട്ടോ. മീൻസ് നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ കാണിക്കാം ഫസ്റ്റ് AC.
നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് കാഞ്ഞങ്ങാട് കേട്ടോ. ഇതിന് പിന്നെ കാസർഗോഡ്, പിന്നെ മാംഗ്ലൂർ സെൻട്രൽ. രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കുറേ പേര് നിൽപ്പുണ്ട്. പരശുരാമിന് കയറാനുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. പരശുരാം ഇപ്പോൾ വരാറായിട്ടുണ്ട്. അപ്പോൾ അത് കയറാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. 6:20 ആയപ്പോൾ നമ്മളങ്ങനെ കാസർഗോഡ് എത്തി. ഇവിടെ നിന്നിട്ട് 40 മിനിറ്റ് മതിയാവും. നമ്മളൊരു 7 മണി റേഞ്ചിൽ നമ്മളെന്തായാലും എത്തും ഇവിടെ മംഗലാപുരത്തെ. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. പ്ലാറ്റ്ഫോമൊക്കെ നോക്ക്. ഓ ക്ലീൻ, അടിപൊളി കേട്ടോ. ഒറ്റ ചവറോ അഴുക്കോ ഒന്നുമില്ല. അതാണ് നമ്മുടെ കേരളം. സമയം 6:49. നമ്മൾ നേത്രാവതി പാലം കടക്കാൻ പോവാണ്. വണ്ടി ഓൺ ടൈമാണ്. 7:20 മാംഗ്ലൂർ സെൻട്രലിലെ ടൈമേ. നേത്രാവതി പാലം ഇറങ്ങി ഇനി ഇങ്ങനെ മന്ദം നമ്മൾ സെൻട്രലിലേക്ക് പോകാൻ പോവാണ്. ഇപ്പം മറ്റേ ചെന്നൈക്മൂർ ഏതാണ്ട് വരുന്നത് കണ്ടാ. പറഞ്ഞ നാവെടുത്തില്ല. ഏതാണ്ട് വരുന്നത് നമ്മുടെ മാംഗ്ലൂർ ചെന്നൈക്മൂർ എക്സ്പ്രസ്. നിങ്ങളിതിൻ്റെ ലോക്കോടെ നമ്പർ ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. 37297. ഈ ലോക്കോ ആയത് നമ്മൾ മാംഗ്ലൂർ പുതുച്ചേരിക്ക് പോകാൻ നേരത്ത് മാംഗ്ലൂരിൽ നിന്ന് കൊടുത്തിട്ട ലോക്കോ. അത് ട്രിച്ചി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് മിക്കവാറും ഒന്നെങ്കിൽ ഈ വണ്ടിക്ക് കയറി വന്നതായിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിക്ക് എങ്ങനെയും ഇവിടെ എത്തിയായിരിക്കണം. അതെന്തായാലും കൊള്ളാമല്ലേ. ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ ഒരാൾക്കും ഇവിടെ ഷണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 7 മണി 2 മിനിറ്റ് ആയപ്പോഴേക്കും നേട് മാംഗ്ലൂർ സെൻട്രലിലേക്ക് നേട് കയറുകയാണേ. നമ്മുടെ കോച്ച് ഇതായിരുന്നേ. A1 അത്യാവശ്യം നല്ല കോച്ചാണ്. നല്ല കിടിലും മെയിൻറ്റെയിൻഡ്. അറിയാമല്ലോ, നമ്മുടെ സദേൺ റെയിൽവേയുടെ കോച്ചല്ലേ. നല്ല മെയിൻറ്റെയിൻഡ് കോച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫസ്റ്റ് AC ആണ് കാണുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം മെയിൽ പോലെ ഇതിനും ഒരു ഫസ്റ്റ് AC ഉണ്ട്. അതേപോലെ തന്നെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. സാധാരണ നോർമൽ LHPയുടെ ഫസ്റ്റ് AC തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല കിടിലൻ കോച്ചാട്ടോ. അടിപൊളി, നല്ല ഫസ്റ്റ് AC, സൂപ്പറല്ലേ. 4 കൂപ്പയുണ്ട്, പിന്നെ 4 ക്യാബിനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 8 എണ്ണം. കിടിലൻ വണ്ടി, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വണ്ടിയാണ്, നല്ല ക്ലീൻ, നല്ല പ്രയോറിറ്റി, ഓൺ ടൈം, സൂപ്പർ വണ്ടി കേട്ടോ. ഇഷ്ടപ്പെട്ടു. കിടിലൻ വണ്ടി, നമ്മുടെ ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് സെറ്റ് വണ്ടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മളിനി തിരിച്ച് നാട്ടിൽ പോകുന്നത് നമ്മുടെ ദുരന്തോ എക്സ്പ്രസ്സിനാണ്. പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല, സെയിം റൂട്ടിന് എപ്പോഴും പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ ഫസ്റ്റ് LHP രണ്ടിൻ്റെ വീഡിയോ ആണ്. അത് മച്ച് അവൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജനശതാബ്ദികളിൽ എക്സിസ്റ്റിംഗ് ICF കോച്ച് വെച്ച് ഓടുന്ന ജനശതാബ്ദിയായിരുന്നു കോഴിക്കോട് ജനശതാബ്ദി. അതങ്ങനെ ഫൈനലി LHP ആവുകയാണ്. അതോടുകൂടി ഇന്ത്യയിലെ എല്ലാ ജനശതാബ്ദിയും LHP ആവും. അപ്പോൾ മച്ച് അവൈറ്റഡ് അപ്ഗ്രേഡ് ആയിരുന്നു അത്.
ഒത്തിരി നേരത്തെ ഒരുപാട് നേരത്തെ കിട്ടേണ്ട അപ്ഗ്രേഡ് ആയിരുന്നു, പക്ഷേ അത് ലാസ്റ്റാണ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ ഫസ്റ്റ് LHB 2ൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം കാണാം. ബൈ.